നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ കേസുകളിലൊന്ന്. ഈ സംഭവത്തോടെയായിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്ക് തന്നെ മലയാളികൾക്ക് സുപരിചിതമായത്. 2017 ഏപ്രിൽ മാസമായിരുന്നു കേസിനാസ്പദമായ ഈ ക്രൂര സംഭവം. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലക്കേസ്. 2017 ഏപ്രിൽ 8 രാത്രി 12 മണിയോടെയാണ് ക്രൂരകൃത്യം പുറം ലോകമറിയുന്നത്. മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്ന രാജതങ്കത്തിന്റെ വീടിന്റെ മുകളിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട അയൽവാസിയായിരുന്നു പോലീസിനെ ആദ്യം വിവരമറിയിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ശേഷം വീടിന്റെ താഴത്തെ നിലയിലെ വാതിൽ തകർത്ത് അകത്തുകയറി. പരിശോധനയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് 4 മൃതദേഹങ്ങൾ. ഉടമസ്ഥനായ പ്രൊഫസർ രാജതങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകളായ കരോളിൻ, ഇവരുടെ ബന്ധുവായ ലളിത എന്നിവരുടെ മൃതദേഹങ്ങളാണ് വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയത്. രാജതങ്കത്തിന്റെയും ജീൻ പത്മയുടെയും മകനായ കേഡൽ ജെൻസൺ രാജയിലേക്ക് തന്നെയാണ് ആദ്യം തന്നെ പോലീസ് വിരൽ ചൂണ്ടിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ ചെന്നൈയിലായിരുന്നു കേഡൽ. സംഭവം നടന്ന ദിവസമായിരുന്നു ഇയാൾ ചെന്നൈക്ക് പോയത്. പിറ്റേ ദിവസം തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. സിനിമ തിരക്കഥയെ വെല്ലുന്ന കഥയായിരുന്നു കേഡൽ പോലീസിനോട് പറഞ്ഞത്. ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ സാത്താൻ സേവയെ തുടർന്നാണ് താൻ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊന്നതെന്ന് കേഡൽ വെളിപ്പെടുത്തി. കേസിന്റെ തുടക്ക സമയം പോലീസിന് ഇത് ചെറിയ ആശയക്കുഴപ്പമുണ്ടാക്കി. കേഡലിന്റെ മുറിയിൽ നിന്ന് ലഭിച്ച ഡമ്മിയും ഇയാളുടെ അസ്വാഭാവിക പെരുമാറ്റവുമായിരുന്നു അതിന് കാരണം. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നത് കേഡൽ കെട്ടിച്ചമച്ച ഒരു കഥയാണെന്ന് പോലീസ് കണ്ടെത്തി. ഓരോ തവണയും ചോദ്യം ചെയ്യും തോറും കേഡൽ കഥകൾ ഓരോന്നായി കെട്ടിച്ചമച്ചുകൊണ്ടേയിരുന്നു. മൊഴികൾ പലവട്ടം മാറ്റി പറഞ്ഞു. തന്റെ ശരീരത്തിൽ ബാധ കയറിയതിനാലാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് പോലീസിനെ ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ കഥകളെല്ലാം പോലീസ് പൊളിച്ചടുക്കി. കേട്ടുകേൾവിയില്ലാത്ത സാത്താൻ സേവ എന്ന വാക്ക് പോലീസിന്റെ മുന്നിലേക്കിട്ട് അന്വേഷണം വഴിതെറ്റിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമായിരുന്നു കേഡൽ ജെൻസൺ രാജയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ കഥയിൽ ഒന്നും അധിക നാൾ പിടിച്ചു നിൽക്കാൻ ഇയാൾക്കായില്ല. കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് പോലീസ് കണ്ടെത്തി. തന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം മാതാപിതാക്കൾ സഹകരിക്കാത്തതായിരുന്നു കൊലപാതക കാരണം. മകന്റെ മികച്ച ഭാവി സ്വപ്നം കണ്ടാണ് രാജതങ്കം മകനെ MBBS പഠനത്തിനായി ഫിലിപ്പീൻസിലേക്ക് അയച്ചത്. തന്റെ പ്രൊഫഷനിലേക്ക് മകനും കൂടി വരുന്ന സന്തോഷം അമ്മ ജീൻ പത്മയ്ക്കും ഉണ്ടായിരുന്നു. മകൾ, അതായത് കേഡലിന്റെ സഹോദരി, ചൈനയിൽ നിന്നും MBBS പഠനം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ വിദേശത്തേക്ക് പോയുള്ള പഠനം കേഡലിന് അത്ര താല്പര്യമില്ലായിരുന്നു. അവിടെ സുഹൃത്തുക്കളുമൊത്ത് അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ മിക്ക വിഷയങ്ങളിലും പരാജയപ്പെട്ടു. ഈ സമയങ്ങളിലെല്ലാം അച്ഛൻ കേഡലിനെ നല്ല രീതിയിൽ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പഠനം പൂർത്തിയാക്കാതെ കേഡൽ നാട്ടിലേക്ക് മടങ്ങി. മാത്രമല്ല, തനിക്ക് ഡോക്ടറാകാൻ താല്പര്യമില്ലെന്ന് മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. എന്നാൽ അതും പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ മടങ്ങി. അതോടെ ബന്ധുക്കളിൽ പലരും കേഡലിനെ പരിഹസിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും മുന്നിൽ അപഹാസ്യനായെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതലാണ് അച്ഛനോടുള്ള പക തുടങ്ങുന്നത്. ഒപ്പം തന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കാതിരുന്ന അമ്മയോടും. താൻ പരാജയപ്പെട്ടപ്പോൾ സഹോദരി പഠനം പൂർത്തിയാക്കിയതാണ് അവരോടുള്ള പകയ്ക്ക് കാരണം. അങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. മൂവരെയും കൊന്ന ശേഷം ഒളിച്ചോടാനായിരുന്നു ആദ്യ പ്ലാൻ. എന്നാൽ പിന്നീടാണ് കൊലപാതകത്തിന്റെ രീതി മാറ്റാൻ കേഡൽ തീരുമാനിച്ചത്. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു കേഡൽ ജെൻസൺ രാജയുടെ ജീവിത രീതി. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഇയാൾ സദാസമയവും തന്റെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടിയാണ് കഴിഞ്ഞിരുന്നത്. മുറിക്ക് പുറത്തിറങ്ങുന്നത് രാത്രി മാത്രം. കൊലപാതകം നടത്താനുള്ള രീതിയും ആയുധങ്ങളെക്കുറിച്ചുമെല്ലാം ഇന്റർനെറ്റിൽ തിരഞ്ഞു മനസ്സിലാക്കി. ഉറ്റവരെ കൊല്ലാനുള്ള ആയുധം വാങ്ങിയതും ഓൺലൈനിൽ നിന്നായിരുന്നു. ഇതിനോടൊപ്പം തന്നെ പരീക്ഷണം നടത്താനായി ഒരു മനുഷ്യരൂപം നിർമ്മിക്കുകയും ചെയ്തിരുന്നു കേഡൽ. തുണിയും ഇരുമ്പും പ്ലാസ്റ്റിക്കും കൊണ്ടായിരുന്നു രൂപം നിർമ്മിച്ചത്. ഇത്രയും തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് കൃത്യം നടത്താനായി കേഡൽ കാത്തിരുന്നത്. ആദ്യ ഇരയായി തിരഞ്ഞെടുത്തത് അമ്മ ജീൻ പത്മയായിരുന്നു. താൻ നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മയെ കേഡൽ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയത്. കമ്പ്യൂട്ടറിന് മുന്നിലെ കസേരയിൽ അമ്മയെ ഇരുത്തിയ ശേഷം പുറകിൽ നിന്ന് മഴ ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ അച്ഛനെയും സഹോദരിയെയും സമാന രീതിയിൽ വെട്ടിക്കൊന്നു. കൃത്യം നടത്തിയ ശേഷം ഉറ്റവരുടെ മൃതദേഹങ്ങൾ കേഡൽ തന്റെ കിടപ്പുമുറിയിൽ തന്നെ സൂക്ഷിച്ചു. അടുത്ത ദിവസം ബന്ധുവായ ലളിതയും ഇത്തരത്തിൽ തന്നെ അതിക്രൂരമായി കേഡൽ കൊലപ്പെടുത്തി. ശേഷം മാതാപിതാക്കളെയും സഹോദരിയെയും തന്റെ കുളിമുറിയിലിട്ട് കത്തിച്ചു. വെട്ടിനുറുക്കി ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ലളിതയുടെ മൃതദേഹം കണ്ടെത്തിയത്. കേഡൽ നിർമ്മിച്ച മനുഷ്യരൂപവും കത്തി നശിച്ച നിലയിലായിരുന്നു.
ഇതിന് ശേഷമായിരുന്നു ഇയാൾ ചെന്നൈയിലേക്ക് കടന്നത്. സംഭവ സമയം താൻ വീട്ടിലില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു നാട് കടന്നത്. അറസ്റ്റിലായ ശേഷം തീർത്തും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളെ പോലെയാണ് ഇയാൾ പോലീസിനോട് പെരുമാറിയത്. എന്നാൽ കെട്ടിച്ചമച്ച സാത്താൻ സേവാ കഥകൾ പോലീസ് നിഷ്പ്രയാസം പൊളിച്ചടുക്കി. കൃത്യമായ ആസൂത്രണത്തോടെ പൂർണ്ണ ബോധ്യത്തോടെ നടത്തിയ കൊലപാതകമാണിതെന്ന് പോലീസിനും പ്രോസിക്യൂഷനും കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു. വിചാരണ തടവ് കാലത്തും ഇയാൾ മാനസിക പ്രശ്നമുള്ള ആളായി അഭിനയം തുടർന്നുകൊണ്ടേയിരുന്നു. ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ അഭിനയമൊക്കെ. എന്നാൽ അതിലൊന്നും യാതൊരു ഫലവും കണ്ടില്ല. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം അർഹിച്ച ശിക്ഷ തന്നെയാണ് കേഡലിനെ തേടിയെത്തിയത്. ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക അമ്മയുടെ സഹോദരൻ ജോ സുന്ദരത്തിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. വീട് കത്തിക്കൽ, തെളിവ് നശിപ്പിക്കൽ കേസുകളിൽ 12 വർഷം തടവ് അനുഭവിച്ച ശേഷമാണ് കേഡലിന്റെ ജീവപര്യന്തം ആരംഭിക്കുന്നത്. എല്ലാ കേസുകളിലുമായി 26 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരും പ്രതിക്ക്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും അതിനാൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതിയുടെ പ്രായം പരിഗണിച്ചാണ് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്. 2024 നവംബർ 13-നാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. 41 ദൃക്സാക്ഷികളെയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചത്. കൂടാതെ 40-ലധികം തുണ്ടിമുതലും 120-ലധികം രേഖകളും കേസിൽ നിർണായകമായി. പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യനാണ് ഹാജരായത്. വിധിയിൽ സന്തുഷ്ടനാണെന്നായിരുന്നു വിധിക്ക് ശേഷം ദിലീപ് സത്യൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ മോർ ദാൻ 25 ഇയേഴ്സ് 30 ഇയേഴ്സ് മസ്റ്റായിട്ട് അയാൾക്ക് ജയിലിൽ കഴിയേണ്ടി വരുമെന്നാണ് തീർച്ചയായിട്ടും അതിൽ പ്രോസിക്യൂഷൻ സംതൃപ്തനാണ്.